നമ്പൂരി, നമ്പൂരി, എഴുന്നേറ്റേ, എഴുന്നേറ്റ. എന്തിനവിടെ നടക്കുന്നത്? വെപ്പും തേനൊക്കെ അവിടെയല്ലേ? കടപ്പ് അവിടെ തന്നെ മതി. ആ അസുരന്റെ കൂടെ ആവായിരുന്നു. ഇന്നലെ രാത്രി വേറെ ആളും ഒന്നും അവിടെ കൂടെ കിടക്കാൻ. ആ ഇതാ വരുന്നു ഇയാള് തന്നെ. ഇറങ്ങി പോകുകേ. ദേശീയ സഹാരമൊക്കെ എന്റെ അടുത്തല്ലേ ഉള്ളൂ. ഇവിടെ വയ്യല്ലോ. ഇഷ്ടകാരിയല്ലേ? അമ്പലത്തിൽ നിന്ന് വരികയായിരിക്കും അല്ലേ? ഞാൻ അതെ. ആ പ്രസാദവുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഈ ഉമ്മത്ത് കയറരുത്. രാധേ, ഞാനും നീയും അങ്ങനെ കഴിഞ്ഞിരുന്നവരാണ്. എന്റെ ഉണ്ണി നിന്റെ കൂടി അനിയനാണെന്നാ ഞാൻ കരുതിയിരുന്നത്. അവനെ കൊലിട്ട് കൊടുത്ത ദുഷ്ടന്റെ കൂടെ കഴിഞ്ഞിട്ട് ഇല്ല രാധേ, അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല. നിനക്ക് അങ്ങനെ പറയാൻ ഒക്കും. പലതും ഞാൻ കേട്ടിരുന്നു നിന്നെ പറ്റി. എന്നാൽ ഇത്തരം ഒരു മനുഷ്യന്റെ കൂടെ നീ ഇല്ല. ഇനി നാം തമ്മിൽ കാണണ്ട. പോയിക്കോളൂ രാധേ. പോകാൻ പോകാം. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കേൾപ്പിച്ചിട്ടേ ഞാൻ പോകും. പലപ്പോഴും ഞാൻ നിന്നോട് പറയാൻ ഒരുങ്ങിയതാ, കഴിഞ്ഞില്ല. ഒരിക്കൽ ഒരാളോടെങ്കിലും തുറന്നു പറയാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. എനിക്ക് സ്വസ്ഥത കിട്ടില്ല രാധേ. നിനക്ക് ഓർമ്മയില്ലേ, തിരുമേനിക്ക് പാലക്കാട്ടേക്ക് മാറ്റമായപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി. പിന്നെ ഞാനോട് ഒറ്റയ്ക്കായി. എന്റെ പാർട്ട് ടൈം ജോലിയൊന്ന് സ്ഥിരമാക്കി കിട്ടാൻ ഞാൻ പലരെയും സമീപിച്ചിരുന്നു. കൂട്ടത്തിൽ ചന്ദ്രദാസൻ വലിയ നേതാവാ. ചന്ദ്രാജിന്ന് വിളിക്കും. അങ്ങേര് ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടിയാണ്. ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം സഹായം ചെയ്തിരിക്കണം. ചന്ദ്രരാജ് പറഞ്ഞാൽ പിന്നെ ചെയ്തു കൊടുക്കാതെ പറ്റുമോ? അപ്പോ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒക്കെ കാണുമല്ലോ. ഐ മീൻ ഇന്റർവ്യൂ. 11:30 എനിക്ക് മിനിസ്റ്ററുമായി അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ റെസ്റ്റ് ഹൗസിൽ കാണാം. സീത പരിഭ്രമിക്കണ്ട. സുകുമാരൻ നായർ സ്വന്തം ആളായിട്ട് കണ്ടാ മതി. ഞാൻ ഇറങ്ങുന്നു. സർട്ടിഫിക്കറ്റ് എല്ലാം ഫയലിലുണ്ട്. അതൊന്നും എനിക്ക് കാണണ്ട. ഇതൊരു ലേസൺ ഓഫീസാണ്. കമ്പനിക്ക് താല്പര്യമുള്ള പല ഗസ്റ്റുകളും ഇവിടെ വരും. അവരെ കാര്യമായി സ്വീകരിക്കുക. വേണ്ടപ്പോ അവരെ ഒന്ന് എന്റർടൈൻ ചെയ്യുക. അതിനുള്ള യോഗ്യത കുട്ടിക്കുണ്ടെന്ന് ഈ ശരീരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ പറയുന്നത്? ചന്ദ്രരാജ് നാട്ടിൽ നിന്ന് ഫോണിൽ വിളിച്ചപ്പോ ഞാൻ എല്ലാം വിശദമായി പറഞ്ഞിരുന്നു. ആ തെമ്മാടി പോലീസിൽ ഏൽപ്പിക്കണം സാർ. ഞാൻ പോലീസ് ഐ വിളിക്കട്ടെ. എന്തിനാ നമ്മൾ ഇവിടേക്ക്? ഹൈജി കണ്ടേ. പിന്നീട് എത്ര പേർ അവിടെ വന്നെന്നോ എത്ര ദിവസം അവിടെ കഴിഞ്ഞെന്നോ എനിക്ക് ഓർമ്മയില്ല. അതിനിടയ്ക്കാണ് അവിടെ പോലീസ് റെയ്ഡ് ഉണ്ടായത്. എന്നെ അവരെ കൂട്ടത്തിൽ കൊണ്ടുപോകരുത് സാർ. ഞാൻ ഒരു കുറ്റം ചെയ്തവളല്ല. ഓ പിന്നെ നീ മാത്രം ഒരു ശീലാവതി ആർജൻ. സാർ, എന്നെ അവർ ചതിച്ചതാണ്. ഒരു ജോലി തേടി പുറപ്പെട്ട ഞാൻ ഇവിടെയാണ് എത്തിയതെന്ന് അറിഞ്ഞാൽ എന്റെ വീട്ടുകാർ സഹിക്കില്ല. ഞാനും നശിച്ചു. ഇനി അവരെ കൂടി കൂട്ട ആത്മഹത്യക്ക്. എന്നെ രക്ഷിക്കണം സാർ, എന്നെ രക്ഷിക്കണം. പുറമേ ക്രൂരനാണെങ്കിലും അയാളുടെ ഉള്ളിന്റെ അലിവ് ഞാൻ അന്ന് മനസ്സിലാക്കി. എന്നോട് ആ മനുഷ്യൻ ദയ തോന്നി. നിന്റെ വീട് എവിടാ? കോഴിക്കോട് അടുത്ത് മുക്കം. വണ്ടിക്കൂലി കഴിച്ച് ബാക്കി ചില്ലറ ചെലവിന് കാണും. ഇനി നിന്നെ ഈ സിറ്റി കണ്ടുവരുത്. പോ. മടങ്ങിപ്പോകാൻ പറയാൻ എളുപ്പമാണ്. പക്ഷെ എങ്ങനെ? ആത്മഹത്യ വരെ ഞാൻ ആലോചിച്ചു. അതൊന്നിനും പരിഹാരമാവില്ലല്ലോ.
എല്ലാം നഷ്ടപ്പെട്ടവളായിരുന്നു ഞാൻ. എങ്കിലും എന്റെ ശരീരത്തിന് വില കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എന്റെ കുടുംബം പുലർന്നു. സീതേ, ഇന്ന് ഞാൻ ആ തൊഴിൽ നിർത്തി. അതിന് കാരണം ഈ മനുഷ്യനാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങിയ അങ്ങേരുടെ വേദന ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, എനിക്ക് ഉറപ്പാണ് അയാൾക്കൊരു ജീവിയെയും കൊല്ലാൻ കഴിയില്ല. ചേച്ചി ഇപ്പൊ വരും. വരട്ടെ, നമുക്കൊട്ടും തിരക്കില്ല. എണ്ണം തെറ്റില്ലോ. എന്തിനാ ഈ നോട്ടെണ്ണുന്നേ? ഇവിടെ തരാനാ? ആ അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, കാലം പോയ പോക്കേ മുമ്പ് നമ്പൂതിരിയായി ജനിച്ചാ മതി. ഊണായാലും ഇഷയായാലും ഒരു മുട്ടുമില്ലാതെ നടക്കും. അന്നുള്ളവർക്ക് സന്ധ്യയാവുമ്പോ പാനീസും കത്തിച്ച് ഇറങ്ങേ വേണ്ടു. കോവിലകത്തെ തമ്പുരാട്ടികൾക്ക് കുത്തിരിപ്പ്, നാട് നീള സംബന്ധം, രാവും പകലും ഇരിക്കപ്പുറതയില്ലാത്ത അഭ്യാസം തന്നെ. കുട്ടി പറഞ്ഞാ വിശ്വസിക്കില്ല, എനിക്ക് ഇതുവരെ ഒന്നും തരായിട്ടില്ല. എന്താ നിങ്ങൾ പറയുന്നേ? ഇവിടെ വന്ന് കുട്ടിയെ കണ്ടപ്പോ സംശയായി. ആരോടാ പറയേണ്ടത്? ഏതായാലും ഇന്ന് മൂത്ത ആളെ ഉദ്ദേശിച്ചാ വന്നത്. ആ, ഞാൻ കുളിക്കായിരുന്നു തിരുമേനി. വിശേഷായി, ശുദ്ധായല്ലോ. ഞാൻ കാലത്ത് തിരുവാച്ചലിൽ പോയി വിസ്തരിച്ചു കുളിച്ചു, കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴുതു. ഞാൻ പോവാച്ചി. സാറ് അയച്ചാണോ തിരുമേനി? ഏയ്, ഞാൻ അങ്ങനെ കാപ്പി എടുക്കട്ടെ? അതൊക്കെ കഴിഞ്ഞിട്ട് മതി. നല്ല ക്ഷീണുണ്ടാവൂലോ. ഓ, എന്ത് കഴിയാൻ? ആദ്യം ഇതങ്ങോട്ട് വാങ്ങിക്കൂ. എന്താ ഇത്? നാടാടിയാണേ. അപ്പൊ പിന്നെ പ്രതിഫലം എന്ന് പറയാൻ വയ്യ. ഒരു ദക്ഷിണയായിട്ട്. തിരുമേനി, ഇനി താമസിക്കരുത്. എന്റെ ഉടല് വിറയ്ക്കണു. വിടാൻ വിടാൻ. വയസ്സ് പോരായിട്ടാണോ? എന്നുവെച്ചാൽ ഞാൻ പിന്നെ ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോകാൻ. അതെന്താ അങ്ങനെ? പാവമാണ് തിരുമേനി. ആ പോലീസ് ഇൻസ്പെക്ടർ അടക്കം നാടൊട്ടുക്കും ആവാല്ലേ? ഒന്നില്ലെങ്കിൽ ഞാനൊരു ബ്രാഹ്മണനല്ലേ? ബ്രാഹ്മണന്റെ മഹത്വം എന്നോട് പറയരുത് തിരുമേനി. കൂട്ടുപരയിൽ ഊൺ പണവും കൊടുത്ത് ബ്രാഹ്മണനെ സൽക്കരിച്ച ഒരു കോവിലകത്ത ഞാനും ജനിച്ചത്. എന്റെ അച്ഛനും ഒരു നമ്പൂതിരിയായിരുന്നു. നേമടിയും മാലിക്കാനും പോയി. നാലുകെട്ടിൽ പട്ടിണിയായപ്പോൾ എന്റെ അമ്മയുടെ സംബന്ധക്കാരനും പോയി, എന്റെ 7ാം വയസ്സിൽ. പിന്നീട് ഞാൻ എന്റെ അച്ഛൻ തിരുമേനിയെ കണ്ടിട്ടില്ല. ഇടവണ്ണ പാലൂര് മനക്കൽ കിടന്ന് ഈടെ അങ്ങേര് നരകിച്ച് ചത്തെന്ന് ഞാൻ കേട്ടു. എന്റെ ഇല്ലത്തോ? അപ്പൊ കുട്ടി കുറ്റല്ല, നാടിനേളെ സംബന്ധമായിട്ട് നടന്ന നിങ്ങളുടെ കാരണവന്മാർക്ക് എവിടെയൊക്കെ കുട്ടികളുണ്ടായെന്ന് അറിയൂ. സ്വന്തം മക്കളെ പോലും അവർ വ്യഭിചരിച്ചു കാണില്ല തിരുമേനി. എന്റെ ഈശ്വര, ശിവ ശിവ. വെറുതെ അല്ല, കുടുംബത്തോടെ മുടിഞ്ഞു പോയത്. കുട്ടി എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിയാതെ. എനിക്കറിയാം തിരുമേനി, സ്വജാതിയിൽ എന്റെ അച്ഛന് പിറന്ന 6 പെൺമക്കൾ ആ മനയിൽ ഇപ്പോഴും ഉണ്ടെന്ന്. മൂത്ത് നരച്ച് പട്ടിണി കിടന്ന് നരകിക്കുന്ന അവർക്കൊണ്ടേ കൊടുക്കൂ ഈ കാശ്. വ്യഭിചരിക്കാനല്ല, ഒരു നേരത്തെ ആഹാരത്തിന് ഈ അപ്പൻ നമ്പൂതിരിയുടെ ദാനമായിട്ട് റേഷൻ അരി വാങ്ങിക്കാൻ. ഇതിൽ പറയുന്ന കോഡ്ലെസ് ഫോണിന് 3000 രൂപ വില വരും. തരാം. എന്നാലും ഇവിടെ നില്ല്. നീ ഏതാ മോളെ? നിന്റെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പ്രൈവറ്റ് ടാക്സി ആവും. നമ്മുടെ ജെയിംസിന് ഇപ്പൊ ഇറക്കിപ്പോയ വണ്ടിയാ. ആണോ? കൊള്ളാമല്ലോ. പിന്നെ സാധനം ഇതിലുണ്ട്. എന്താ ഇത്ര താമസിച്ചത്? ദയവ് ചെയ്ത് എന്നെ ഇത്തരം സ്ഥലത്തേക്ക്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം. 2 ദിവസം? 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 2 ദിവസം
ഇനി അയക്കരുത്. എന്തു പറ്റി? ഞാനൊരു സ്ത്രീയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതുപോലെ എനിക്ക് കഴിയില്ല ഇനി. ഇത് നിങ്ങളുടെ കാര്യത്തിലാണ്. കഴിയില്ലെങ്കിൽ ഞാനിവിടെ ഇറങ്ങി പോയേക്കാം. അതിനല്ലല്ലോ ഞാൻ ഇത്രയും സഹിക്കുന്നത്. ഇറച്ചിയും മീനും വെക്കുന്ന ഈ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ ജലപാനം തൊടാറില്ല. ഇന്നേക്ക് 2 ആയി. മുഴുപട്ടിണി. എന്റെ അനിയനെ ഓർത്ത എല്ലാം സഹിക്കുന്നത്. ഇനിയെങ്കിലും പറയൂ, ആ തെളിവുകൾ എപ്പോൾ കിട്ടും? നിങ്ങൾ എന്നും അത് ആവർത്തിച്ച് ചോദിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, അത് മംഗലാപുരത്തുള്ള ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരിക്കുക. അവനോട് എത്തും. നിങ്ങൾ വെക്കളൂ. ഹലോ ഹലോ, ആരാ വിളിച്ചത്? റിങ് ചെയ്ത പോലെ തോന്നി. എടുത്തപ്പോ ഡെഡായി. നമ്മുടെ ടെലിഫോൺ നാറികളും. എവിടെ പോയിരുന്നു? കാറ്റുകൊള്ള. ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്നു. ആരെങ്കിലും കണ്ടാൽ? കാണില്ല. നിങ്ങൾ കൊണ്ടുവന്ന 50,000 കൊണ്ട് എന്റെ കാര്യം നടക്കില്ല. ചുരുങ്ങിയ 4 ലക്ഷം രൂപയെങ്കിലും വേണം. ജയ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. യെസ്, ഞാനാ സത്യരാജ്. നീ എവിടുന്നാ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ കൊണ്ട് പൂട്ടിയിട്ട് ഇല്ലെന്ന് തന്നെ. ഇവിടേക്ക് ടെലിഫോൺ അപ്ലൈ ചെയ്ത് വാങ്ങിക്കാൻ പ്രയാസമാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ തന്നെ സംഘടിപ്പിച്ചു. എങ്ങനെ? ഞാൻ വിശ്വസിക്കില്ല. മിസ്റ്റർ, നിങ്ങളൊരു ക്രിമിനൽ ലോയർ ആണെങ്കിൽ ഞാനൊരു പക്ക ക്രിമിനലാ. എന്റെ ബുദ്ധിയെ നിങ്ങൾ അളക്കരുത്. അതുകൊണ്ടാണല്ലോ ജനം എന്നെ ആരാധിക്കുന്നത്. അതിരിക്കട്ടെ, എന്റെ കാര്യം എന്തായി? ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതുകൊണ്ടായില്ലല്ലോ. ഉടനെ എല്ലാം ശരിപ്പെടും. ഞാൻ ഏറ്റുന്നേ. ശരി. ജയൻ, ആ എസ്റ്റേറ്റ് കണ്ടപ്പോ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് വാങ്ങിക്കാൻ? അത് വിശ്വസിക്കാൻ അവർക്ക് വാക്ക് കൊടുക്കും. അന്ന് ചാക്കോച്ച മുതലാളിയെ വെടിവെച്ച് കൊല്ലുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കാശ് അങ്ങേരുടെ കൈ പെട്ടുപോയി. ആ പാലത്തിന്റെ പണിയിലും വന്നു നഷ്ടം. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് പണം തരാൻ ഒക്കുവോ? അത് പറ. ഈ നിലയിൽ ലക്ഷങ്ങൾ തരാൻ എന്റെ കയ്യിലില്ല. 50,000 ആയിട്ട് എനിക്ക് വേണ്ട.
50,000 ഉലുവയായിട്ട് വന്നിരിക്കുന്നു ദരിദ്രവാസി. ഞാനൊരു പിച്ചക്കാരനാണെന്ന് കരുതിയോ നിന്റെ തന്ത? യോഗ്യനാണെന്ന് ധരിച്ചതാ തെറ്റിയത്. എന്താ നീ പറഞ്ഞത്? അല്ലെങ്കിൽ അത്രയേറെ സ്ത്രീധനം തന്നെ നിങ്ങളുടെ കൂടെ ഇറക്കി വിടില്ലായിരുന്നു. പിന്നെയും കാറിനും എസ്റ്റേറ്റിനും വേറെ എത്ര ആവശ്യം പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു? ഇപ്പോഴും ചോദിക്കുന്നത് ലക്ഷങ്ങളല്ലേ? നാണമില്ലാതെ. കല്യാണത്തിന് മുമ്പ് ആ പോലീസ് ഇൻസ്പെക്ടർ കൂടെ അഴിഞ്ഞാടിയ നീയാണടി നാണം കെട്ടവർ. എനിക്ക് കഞ്ഞിക്ക് വകയില്ലാഞ്ഞിട്ടല്ല, അതിന്റെ നഷ്ടപരിഹാരമാണ് ഞാൻ നിന്റെ അച്ഛനോട് ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡിനെ എന്റെ തലയിൽ കെട്ടിവെച്ചതിനുള്ള കോമ്പൻസേഷൻ.